നടക്കാവ് കരയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നടക്കാവ് കരയുടെ പ്രത്യേകത നടക്കാവ് ഹൈന്ദവ കരയുമാണ്. ചെട്ടികുളങ്ങര 13 കരയുടെ 13ാമത്തെ കരയാണ് നടക്കാവ് ഹൈന്ദവ കര. കെട്ടുകാഴ്ചയുടെ സവിശേഷതകൾ എന്തൊക്കെയാ? കെട്ടുകാഴ്ചയുടെ സവിശേഷത ഞങ്ങൾക്ക് ആദ്യം കാലത്തെന്ന് പറഞ്ഞാൽ ചെറിയ കെട്ടുകാഴ്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി ഞങ്ങളിപ്പോൾ ഈ കെട്ടുകാഴ്ച പുതിയതായി നിർമ്മിച്ചതാണ്. ഈ കെട്ടുകാഴ്ചയ്ക്ക് ഏതാണ്ട് 77 അടിയോളം ഉയരമുണ്ട്. നാമ്പുൾപ്പെടെ 77 അടിയോളം ഉയരമുണ്ട്. അപ്പം ഈ കെട്ടുകാഴ്ച എന്ന് പറയുന്നത് കമനീയമായിട്ട് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണിത്. ഈ ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങൾ ആകർഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു മുടി നമ്മൾ ശില്പകലയിൽ രൂപത്തിൽ അത് വധം കഴിഞ്ഞതിന് ശേഷം ഭഗവതി വധം കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ള ഒരു ചിത്ര രൂപീകരണമാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അത് വളരെ കമനീയതയാണ്. അത് ഞങ്ങളുടെ കെട്ടുകാഴ്ചയിലാണ് ഇത് കൊണ്ടുപോകും. ക്ഷേത്രത്തിലേക്ക് അലങ്കരിച്ച് കൊണ്ടുപോകാറുണ്ട്. അതിനുവേണ്ട ഈ ഒരു മണ്ഡപത്തിലാണ് ഇതിരിക്കുന്നത്. അത് പ്ലാം തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ വർഷങ്ങളിലും ഇതിന് വേണ്ട സാധനങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റി, പഴയ സാധനങ്ങൾ മാറ്റി, പഴക്കം ചെല്ലുമ്പോൾ തടിയാണല്ലോ, തടിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരും. അത് നമ്മൾ മാറ്റി പുനർനിർമ്മിച്ചാണ് നമ്മൾ പോകാറ് പതിവ്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഞങ്ങളിപ്പോൾ കെട്ടുകാഴ്ച ശിവരാത്രി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നദാന വഴിപാടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉത്സവാദി അടിയന്തര കാര്യങ്ങൾ തുടങ്ങുന്നത് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അവിടെ കളവെടുത്തും പാട്ടും മുതലാണ് നമുക്ക് തുടങ്ങാറ് പതിവ്. അപ്പോൾ ആ കളവെടുത്തും പാട്ടും തുടങ്ങുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ഉത്സവാദി അടിയന്തര കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പറയെടുപ്പ് ഓരോ കരയിലേക്ക് ഓരോ ദിവസം 2 ദിവസം പറയെടുക്കുന്നുണ്ട്. ആ പറയെടുപ്പിൽ നമ്മൾ ഭഗവതിയെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ് പതിവ്.